വലിയ ജനാവലിയാണ് ഓരോ വേദിയിലും പങ്കാളികളായത്. ആകെ 138 വേദികൾ. മന്ത്രിസഭ ഒന്നടങ്കം സംസ്ഥാനത്താകെ സഞ്ചരിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയേറെ ജനപങ്കാളിത്തമുള്ള മറ്റൊരു പരിപാടിയും സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാനില്ല. കേരളത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കുമായി സർക്കാരിനൊപ്പം ഉണ്ട് എന്ന പ്രഖ്യാപനമായി നവകേരള സദസ്സ് മാറുകയായിരുന്നു. പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അവയെ അതിജീവിച്ച് സർക്കാർ നടപ്പാക്കുന്ന വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളോട് വിശദീകരിക്കുക എന്താണ് ഇതിലുദ്ദേശിച്ചിരുന്ന ഒരു കാര്യം. അതോടൊപ്പം ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ച് നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പുതിയ മാർഗം തുറക്കുക എന്നതുകൂടി ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ താലൂക്ക് തല അദാലത്തുകളിൽ ആരംഭിച്ച് മേഖലാതല യോഗങ്ങളും തീരദേശ വനസൗഹൃദ സദസ്സുകളും ഇതെല്ലാമടക്കം വലിയൊരു പ്രക്രിയയുടെ തുടർച്ചയായാണ് മന്ത്രിസഭയുടെ സംസ്ഥാനതല പര്യടനം നടന്നത്. താലൂക്ക് അദാലത്തുകളിൽ മന്ത്രിമാരായിരുന്നു പങ്കെടുത്തത്. അതിൻ്റെ അവലോകനങ്ങൾ മേഖലാതലത്തിൽ നടത്തിയത് മന്ത്രിസഭയാകെ പങ്കെടുത്തുകൊണ്ടായിരുന്നു. നവകേരള സദസ്സിൽ 6,42,076 നിവേദനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചില പരാതികൾ ഒന്നിലധികം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഇവ അതത് വകുപ്പുകൾക്ക് നടപടിക്കായി പ്രത്യേകം നൽകുമ്പോൾ നടപടിയെടുക്കേണ്ട വിഷയങ്ങളുടെ എണ്ണത്തിൽ ഇനിയും വർധനവുണ്ടാകാം. നിവേദനങ്ങൾ വകുപ്പ് തലത്തിൽ തരംതിരിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറുകയാണ്. പൊതു സ്വഭാവമുള്ള പരാതികൾ തരംതിരിച്ച് അതിൽ പൊതു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും. നിലവിലുള്ള ചട്ടങ്ങളിലോ ഉത്തരവുകളിലോ മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിൽ അക്കാര്യവും പരിഗണിക്കുന്നതാണ്. നവകേരള സദസ്സിലെ ഒരു പ്രധാന പരിപാടി പ്രഭാത യോഗങ്ങളായിരുന്നു. സാമൂഹ്യ രംഗത്തെ പ്രധാന വ്യക്തികൾ, കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, നിയമജ്ഞർ, വിരമിച്ച ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ, വർഗബഹുജന സംഘടനാ പ്രതിനിധികൾ, അറിയപ്പെടുന്ന മഹിളാ പ്രതിനിധികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളവർ, വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്നവർ, ഇങ്ങനെ 200ഓളം പേരാണ് ഓരോ പ്രഭാത യോഗത്തിലും പങ്കെടുത്തത്. നേരിട്ട് സംസാരിക്കാൻ കഴിയാത്തവർക്ക് അഭിപ്രായങ്ങൾ എഴുതി നൽകാനുള്ള അവസരവും ഉണ്ടായിരുന്നു. ഇവയാകെ പരിശോധിച്ച് You tell me one thing. According to the report, listen carefully, please don't shout. According to the FIR which police has lodged, earlier they said 12 persons, later they said 17 persons, which is written in the FIR. You can see the FIR. And 5 unknown persons. So together how many people? 17 and 5, 22 people. There were more than 100 policemen standing there. I ask you a question. If Chief Minister is passing by that road, will 22 people will be allowed to gather there with black flags
in the presence of more than 100 policemen. Who is the police? I have already been minister in charge of police division in the central government, and I finest police in the country. Who is stopping them from doing their duty? Who can stop them? It is only the political executive. Who is the head of the political executive? It is Chief Minister. For this, tell me, you tell me. So, is it because there is political interference that the police is not acting according to whatever? I am 100% convinced. I have already told you that Kerala is in the country. They are not being allowed to work. And very well. Kind of what I had written on the file. Because they brought the opinion of the Advocate General, therefore I said I am agreeing to appoint. But I still hold it is illegal. And what I wrote on the file was upheld by the Honorable Supreme Court. So they are used to, I will tell you one more thing. Are you not aware of the instances where somebody left the party and that senior leader of Kannur was subjected to physical beating inside the assembly? They are used to violence, but they have made a wrong assessment about me that they can pressurize me. I am not one who can be bullied. I am not going to be bullied. I am ready, I have already said. Now I am more than 72 years old. I have already lived the national average. I am living now on borrowed times. Therefore, if when I was just 35 years old and attacks were being made on me, I was not scared. And I am repeating it again. My ideal is Swami Vivekananda. Face the brutes, face the terrible. If you are firm, then like monkeys, they will disappear. Did you lose Sir, trust is it in police because- now? That's why CRPF. I am not. I have not asked for anything. I have not said. I am rather praising Kerala police. This is for the central government to decide. I Not asked. I never ask for security, for protection. Remember, do not forget that in 87, after VP Singh Ji's phenomena was started, our security was withdrawn. That was the time when attacks were being made on me. Even then I was not unnerved. I never asked for additional security. It is central government's own decision. So, have you talked to told him about whatever has happened this No, morning? at my duty is, which naturally, when I'm sitting there in a remote area where even phone is not working, but my duty is to inform the central government, and I called the Raj Bhavan to inform them that something has happened. But personally, I have not been able. Sir, is it because CPM the leaders political bosses, as you say, are not allowing Kerala police to function properly? Personally, I have not been able. Sir, is it because CPM the leaders political bosses, as you say, are not allowing Kerala police to function properly, that the central government was forced to send the CRPF personnel to give you protection? Well, it is for you to interpret it, and clearly, clearly one can interpret it in this way. I am not saying it that it is lack of confidence in the state government, because they have, on 24th they had almost more than a mob of 100. They had almost attacked my car, but it was very close to the station. Therefore, I said, okay, whatever has happened has happened. In Alipi on 23rd, about 20-30 people or 40 people, they attacked my car. I have told you several times that if they do something from a distance, I do not mind. But if they will do something, they will come near my car,
or they will do something to hit the car, then instead of getting my car damaged, I would like them to hit me. But I'm ready to be hit. CPL leader says today that's not happening. See, SFI workers not hit you in your car. They were not. Say they Yes. have not touched your car. Yes, That yes, is yes. what they say. They I've have. seen in visuals too. I got down only when something hit the glass on my side. Stone. Either it, no, my feeling is it was not a stone. My feeling is it was the rod which was used to carry the black flag. Oh. They had thrown it at the glass. Oh. Then only I got down. Okay. Acha, tell me, in Trivandrum, tell me, that day when I was going to airport, at how many places they had attacked the car? Four. Many places action was taken. Only when I got down from the car, in that case action was taken. All other 3 places, they did not take any action. So They did not take any action in Palakkad. They did not take any action in Alipi. Only when I get down from the car, and I am asking you whether they hit or they did not hit. If Chief Minister is traveling on the same road, will they allow 17 people with black flags standing with about 100 policemen? Will they allow? Ministers Does it and mean CPL that leaders there say are the two protest sets is of rules usual. for two There are people? 2 set of rules? For 2 people who are heading the government here. They say. No, I am asking you, sir, does it mean that if the Chief Minister No, is no, given no, no, proper no, 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 security- no. Some people feel when unfortunately power goes to your head, then you think that you are above the law. That seems to be the case as far as my feeling is concerned. That you are holding you are dressed with authority for a brief period of time. Democracy does not make me the ultimate arbiter. Ultimate arbiter are the common people of this country. And I have been saying it again that so many things are happening. The Kannur case, I have not given the judgment. They are upset with me. Why I have written that on the file, which has been used by the Honorable Supreme Court to unseat the Kannur Vice Chancellor. And even now, when I come back, I will share with you the letters, and I have written to the Chief Minister that you seem not to have read the judgment of the Honorable Supreme Court. You are still trying to interfere in the matters of the university. This is contempt of the court. Sir, there seems to be a CPM leaders total is- lack of breakdown of communication between It is the not question of. governors. It is not question of. What is the conflict between him and me? That is what is the question being asked by every This is what Kerala. Honorable Supreme Court has said, nobody has right to interfere in my statutory functions. Can they say I'm interfering in anything? They want to interfere in my statutory functions. No, now the SFI secretary is saying that if all the SFI I want to treat them with contempt, which they are a bunch of hoodlums. I don't want to respond to these people. That's all. Thank you. നീക്കിയിരിപ്പും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വായ്പകളും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി നിർണ്ണയിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത്. എന്നാൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ പ്രത്യേക ഉദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ സ്വന്തം നിലക്കെടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുകടത്തിൻ്റെ ഭാഗമാണെന്ന തെറ്റായ നിലപാടാണ് സ്വീകരിച്ചത്. അതുവഴി സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി കുറയ്ക്കുകയാണ് കേന്ദ്രം ചെയ്തത്. ദേശീയപാത 66-ൻ്റെ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ 25% തുകയാണ് കേരളത്തോട് ആവശ്യപ്പെട്ടത്. ഇതിനായി കിഫ്ബി വഴി 5854 കോടി രൂപ സമാഹരിച്ച് നൽകി. ഈ തുക കടമെടുപ്പ് അവകാശത്തിൽ നിന്ന് കുറക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ്സാണ് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതവും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെയുള്ള വിഭവ കൈമാറ്റവും. സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകേണ്ട നികുതി വിഭവങ്ങളുടെ അനുപാതം 14-ാം ധനകാര്യ കമ്മീഷനിൽ 42%. 15-ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ
41% കുറഞ്ഞു. 41% കുറഞ്ഞു. അതിനു പുറമെ സെസ്സും സർചാർജും സംസ്ഥാനങ്ങളുമായി വിഭജിക്കേണ്ടതില്ലാത്തതിനാൽ കേന്ദ്ര വരുമാനത്തിൻ്റെ 1/3 സെസ്സും സർചാർജുമായി മാറി. 2014-15 ഇത് വെറും 10% മാത്രമായിരുന്നു. അത് കഴിഞ്ഞ വർഷം 28.1%. സംസ്ഥാനങ്ങൾക്ക് വിഭജിക്കേണ്ട നികുതി 50% വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം പരിഗണിച്ചില്ല. ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിലും മാനദണ്ഡങ്ങളിലും കൈകടത്തി കേരളത്തിൽ ലഭിക്കേണ്ട അർഹതപ്പെട്ട തുക നിഷേധിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ സമീപനം. നികുതി വിഭജനത്തിനുള്ള മാനദണ്ഡമായി നിശ്ചയിച്ചു. ഇതിന് 15% വെയിറ്റേജ് നൽകി. ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ കേരളത്തിന് നികുതി വിഹിതം കുറയുന്നതിന് ഇത് കാരണമായി. 1971 സെൻസസ് അടിസ്ഥാനമാക്കിയാണ് ജനസംഖ്യാപരമായ നേട്ടങ്ങൾക്കുള്ള വെയിറ്റേജ് 30% സംസ്ഥാനം ആവശ്യപ്പെട്ടത്. GST മൂലമുള്ള നികുതി അവകാശ നഷ്ടം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി GSTയിൽ 14% വാർഷിക നികുതി വളർച്ചാ നിരക്ക് ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ GST സമ്പ്രദായം നടപ്പാക്കിയതിലെ പോരായ്മകളും പ്രകൃതി ദുരന്തങ്ങളും കോവിഡും മൂലം ഈ വളർച്ചാ നിരക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പരിഹാരമായി നിർദ്ദേശിച്ച GST നഷ്ടപരിഹാരം 5 വർഷം കഴിഞ്ഞപ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്തു. കേന്ദ്രവിഹിതം നാമമാത്രമാണ്. എങ്കിലും കേന്ദ്ര സർക്കാർ ബ്രാൻഡിങ് നിർബന്ധം എന്നാണ് അവസ്ഥ. ലൈഫ് പദ്ധതിയിൽ ഭൂരിഭാഗം ഗുണഭോക്താക്കൾക്ക് തുക പൂർണ്ണമായി നൽകുന്നതും കേന്ദ്ര ധനസഹായമുള്ള ചുരുക്കം വീടുകളിൽ തന്നെ തുകയുടെ സിംഹഭാഗം ചെലവഴിക്കുന്നതും സംസ്ഥാന സർക്കാരാണ്. എന്നാൽ ലൈഫ് പദ്ധതിക്ക് കീഴിൽ വീടുകൾ നിർമ്മിക്കുന്നതിന് കേരളത്തിന് കേന്ദ്ര PMAY പദ്ധതിക്ക് കീഴിൽ ലഭിക്കുന്ന നാമമാത്ര തുക ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ ബ്രാൻഡിംഗ് നിർബന്ധമാക്കാൻ സമ്മർദ്ദം ചെലുത്തുകയാണ്. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകൾ ഓരോരുത്തരുടെയും സ്വന്തമാണ്. അതിന്മേൽ മറ്റൊരാൾക്കും അവകാശമില്ല. വീട് നിർമ്മിച്ച ശേഷം അത് ഇന്ന തരത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നും ഇന്നവരുടെ സഹായത്താൽ നിർമ്മിച്ചതാണ് എന്നും എഴുതി വെക്കുന്നത് വീട്ടുടമസ്ഥൻ്റെ ആ കുടുംബത്തിൻ്റെ ആത്മാഭിമാനത്തെ ആക്രമിക്കുന്നതാണ്. അത്തരത്തിൽ ഒരു ലേബലിങ്ങും കേരളത്തിൽ നടത്തുന്നില്ല, ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ആര് നിർബന്ധിച്ചാലും അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാവുകയുമില്ല. ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി 22/1/2024 വരെ 3,71,934 വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ 32,751 വീടുകൾക്ക് മാത്രമാണ് PMAY ഗ്രാമീണിൻ്റെ ഭാഗമായ 72,000 രൂപ സഹായം ലഭിച്ചത്. 72,000 രൂപയാണ് സഹായം. ബാക്കി 4 ലക്ഷത്തിലുള്ള തുക സംസ്ഥാന സർക്കാരിൻ്റെതാണ്. PMAY അർബൻ്റെ ഭാഗമായി 80,259 വീടുകൾക്ക് 1,50,000 രൂപ കേന്ദ്രം നൽകുന്നു. 1,50,000 രൂപ കഴിച്ചുള്ള 4 ലക്ഷത്തിൻ്റെ ബാക്കി സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. ഇതിൽ 2 പദ്ധതികളിലെയും ഗുണഭോക്താക്കൾക്ക് ബാക്കി സംഖ്യ കൂട്ടി 4 ലക്ഷം രൂപ തികച്ചു നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. എല്ലാം ചേർത്താലും ആകെ 1,13,010 വീടുകൾക്ക് 30.38% മാത്രമാണ് നാമമാത്രമായ കേന്ദ്ര സഹായം ലഭിച്ചിട്ടുള്ളത്. ബാക്കി 2,58,924 വീടുകളും പൂർണ്ണമായി സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ചെലവിലാണ് നിർമ്മിച്ചത്. ഇപ്പോൾ ലൈഫ് പദ്ധതി കീഴിൽ നിർമ്മിക്കുന്ന ഈ വീടുകളിൽ കേന്ദ്ര പദ്ധതിയുടെ പേര് പ്രദർശിപ്പിക്കണം,
അല്ലാത്ത പക്ഷം കേന്ദ്രം നൽകുന്ന ചെറിയ കേന്ദ്ര വിഹിതം പോലും അനുവദിക്കില്ലെന്ന് കേന്ദ്ര ധനമന്ത്രാലയം നിലപാട് എടുത്തിരിക്കുകയാണ്. ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല. 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത പ്രകാരമുള്ള 2022-23 നഗര തദ്ദേശ സ്വയംഭരണ ഗ്രാന്റ് ഇനത്തിൽ 51,55,00,000 രൂപയും ഹെൽത്ത് ഗ്രാന്റ് ഇനത്തിൽ 137,17,00,000 രൂപയും കുടിശ്ശികയാണ്. അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 630,34,00,000 രൂപ പെർഫോമൻസ് ഗ്രാന്റ് അനുവദിച്ചിട്ടില്ല. 2018-19, 2019-20 വർഷത്തേക്ക് 14ാം ധനകാര്യ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പെർഫോമൻസ് ഗ്രാൻഡായി ശുപാർശ ചെയ്തിരുന്ന 660,34,00,000 രൂപയും കേന്ദ്രം അനുവദിച്ചിട്ടില്ല. സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിയിലെ കേന്ദ്ര വിഹിതം 2023-24 വർഷം ഉച്ചഭക്ഷണ പരിപാടി നടത്തിയതിൻ്റെ ഭാഗമായി 54 കോടി രൂപ കേന്ദ്ര ഗ്രാന്റ് ലഭിക്കാനുണ്ട്. അധിക വിഹിതം ഉൾപ്പെടെ പ്രതിവർഷം ശരാശരി 16 ലക്ഷം ടൺ ഭക്ഷ്യധാന്യം അനുവദിച്ചിരുന്നത് ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതിന് ശേഷം 14.25 ടണ്ണാക്കി കുറച്ചിരിക്കുകയാണ്. ഭരണഘടനാപരമായി തന്നെ നമ്മുടെ രാജ്യത്ത് ചെലവ് ബാധ്യതകൾ കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ സംസ്ഥാനങ്ങൾക്കാണ്. 15ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ആകെ പൊതുചെലവിൻ്റെ 62.4% വഹിക്കുന്നത് സംസ്ഥാനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വെറും 37.6% മാത്രമാണ് കേന്ദ്രം വഹിക്കുന്നത്. രാജ്യത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 62.2% കേന്ദ്രം കൈയടക്കി വച്ചിരിക്കുകയാണ്. കോളേജ് അധ്യാപകർക്ക് UGC നിരക്കിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന് ലഭിക്കേണ്ട 750 കോടി രൂപയുടെ ഗ്രാന്റ് ലഭിച്ചിട്ടില്ല. നെല്ല് സംഭരണത്തിനുള്ള 792 കോടി രൂപയും ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിയതിൻ്റെ ഭാഗമായി ലഭിക്കാനുള്ള 61 കോടി രൂപയും ഇതുവരെ ലഭിച്ചിട്ടില്ല. 5 വർഷത്തെ ആസൂത്രണത്തോടെയാണ് സംസ്ഥാനം അതിൻ്റെ ഫിസ്ക്കൽ പോളിസി ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് വെട്ടിക്കുറക്കൽ ഉണ്ടാക്കുന്നത് സംസ്ഥാനത്ത് ധനഞെരുക്കം ഉണ്ടാക്കും. കേരളത്തിൽ സംഭവിച്ചത് ഇതാണ്. ഈ ധനഞെരുക്കം കേന്ദ്ര സർക്കാർ നിലപാട് മൂലമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ ധനകാര്യ ചെലവുകളോടെ കേരളം പടുത്തുയർത്തിയ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതം വെട്ടിക്കുറക്കാനുള്ള കാരണമാക്കുകയാണ്. കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്താതെ മറ്റു നിവൃത്തിയില്ല എന്ന നിലയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ സമരം നടത്താൻ നിർബന്ധിതമാകുന്നത്. നിലവിലുള്ള പ്രശ്നങ്ങളും സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയും നവകേരള സദസ്സിൽ സജീവമായി ചർച്ച ചെയ്തിരുന്നു. ഉപരോധ സമാനമായ കേന്ദ്ര നിലപാട് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിച്ച് ഫെഡറൽ തത്വങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ യോജിച്ച സ്വരം ഉയരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. രാജ്യ തലസ്ഥാനത്ത് ഫെബ്രുവരി 8-നാണ് സമരം സംഘടിപ്പിക്കുന്നത്. അന്നേ ദിവസം രാവിലെ 11 മണിക്ക് മന്ത്രിമാർ, MLA-മാർ, MP-മാർ, സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള പ്രതിനിധികൾ തുടങ്ങി നിരവധി ആളുകൾ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തിൽ അണിചേരും. ഇതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന കൂട്ടായ്മയിലേക്ക് BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ളവരെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ സമരം നമ്മുടെ നാട് നേരിടുന്ന അനീതിക്കെതിരെയുള്ള യോജിച്ച പോരാട്ടമായി മാറേണ്ടതുണ്ട്.
ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ എല്ലാവരും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ. ഗവർണർക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല. അദ്ദേഹം ഒരു പ്രത്യേക നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. അത് പ്രത്യേകമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ അദ്ദേഹം നടത്തിപ്പോവുകയാണ്. അതിൻ്റെ ഭാഗമായി കുറേ ചോദ്യങ്ങൾ ഉണ്ടാകും തോന്നുന്നല്ലേ, എല്ലാം കൂടി ഒന്നിച്ച് പറയുന്നല്ലേ നല്ലത്. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ഇതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ചോദിക്കാൻ? പിന്നെ ഇതിനു വേണ്ടി പ്രത്യേക പത്രസമ്മേളനത്തിന് വേണ്ടി വരുന്ന ലക്ഷണമാണുള്ളത്. ഇതിൽ ആദ്യം നമ്മൾ കാണേണ്ടത് ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവരാരായാലും അവർക്ക് നേരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചില പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം. ആ പ്രതിഷേധ സ്വരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിനോട് ഈ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? അതാണ് പ്രശ്നം. അപ്പം അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, മുഖ്യമന്ത്രി പോകുമ്പോൾ എന്താണ് സ്ഥിതി എന്നാണ്. മുഖ്യമന്ത്രി പോയല്ലോ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നതും മുഖ്യമന്ത്രി ഒറ്റക്ക് പോകുന്നതും എല്ലാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ. കുറേ കാലമായിട്ട് ഈ മുഖ്യമന്ത്രിയായതിനു ശേഷം ഉള്ള അവസ്ഥ നോക്കിയാൽ ചില ഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ, വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ? ആ പ്രതിഷേധങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ നിന്ന് എന്താണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? എൻ്റെ കാര്യം വിട്ടുകളി, ഈ കേരളത്തിലോ രാജ്യത്തോ ഏതെങ്കിലും ഒരാൾ, ഈ അധികാരസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെയൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടോ? ഒരാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നു, ആ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസ് എന്ത് നടപടിയെടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഒരു നിലപാടെടുക്കുന്ന ഒരു അധികാരിയെ നേരത്തെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്താണ് ഇദ്ദേഹം അങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണം? അത് സാധാരണ സെക്യൂരിറ്റി നടപടികൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ? സെക്യൂരിറ്റി നിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യമല്ലേ? ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ? ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാലോ. അത് സാധാരണ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയല്ലേ? പോലീസ് ആ ഡ്യൂട്ടി നിർവഹിക്കുമല്ലോ. പോലീസ് നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താ? ഈ പോകുന്നയാൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം, യാത്രക്കുള്ള സൗകര്യം ഉണ്ടാക്കണം. പ്രതിഷേധത്തിന് വരുന്നവരെ അവർ സ്വാഭാവികമായിട്ട് തടയും.
അതിൻ്റെ ഭാഗമായുള്ള നിയമ നടപടികളുണ്ടെങ്കിൽ ആ നിയമ നടപടികൾ സ്വീകരിക്കും. ആ നിയമ നടപടികൾ ഞാൻ പറയുന്നത് പോലെ സ്വീകരിക്കണം. ആ FIR എന്നെ കാണിക്ക് എന്ന് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സംഭവ സ്ഥലത്ത് ഇറങ്ങി നിന്നിട്ട് ആ FIRന് വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് സാധാരണ ചെയ്യാൻ പാടുള്ളൊരു കാര്യമാണോ? അപ്പം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള തുടർച്ചയായുള്ള ഒരു നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിലെ ഗവർണർ സ്വീകരിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം എന്നെക്കുറിച്ച് പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അത് അദ്ദേഹം നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അത് വേറൊരു കാര്യമാണ്. ഇവിടെ നേരത്തെ തന്നെ അദ്ദേഹം എടുത്തൊരു നിലപാടുണ്ട്. അത് ഈ കോഴിക്കോട് എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ കൂടെ വരണ്ട. ആര്? പോലീസ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഗവർണർ പറഞ്ഞിട്ടുണ്ടോ നേരത്തെ? എവിടെയെങ്കിലും അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടോ? എന്നിട്ട് നമ്മുടെ മിഠായി തെരുവിൽ പോയി ഇറങ്ങി നടക്കുകയല്ലേ? അതെന്താണ്? ആ സ്വീകരിച്ച നിലപാടിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണോ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകമായിട്ട് നിലപാടെടുത്തതാണോ എന്നറിയില്ല, ഈ സുരക്ഷ CRPFന് കൈമാറി എന്നാണ് പറയുന്നത്. അത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഈ സ്റ്റേറ്റിൻ്റെ തലവനാണല്ലോ അദ്ദേഹം. സ്റ്റേറ്റിൻ്റെ തലവൻ എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ സുരക്ഷ വേണ്ട എന്നാണ് പറഞ്ഞത്. ഇപ്പം ഏത് സുരക്ഷയിലേക്കാണ് അദ്ദേഹം പോകുന്നത്? നമ്മുടെ കേരളത്തിൽ ഇപ്പം തന്നെ ചിലർക്ക് കേന്ദ്ര സുരക്ഷയുണ്ട്. അത് ഒന്ന് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ, ആലുവയിലെ സുജിത്ത്, ആലങ്ങാട്ടെ സുധി, ആലുവയിലെ രാമേന്ദ്രൻ, കൊടുങ്ങല്ലൂരിലെ സജീവൻ, ഇവരെല്ലാം RSS പ്രവർത്തകരാണ്. ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടിരിക്കുന്നു. അല്ല, അത് വേറെ കാര്യം. സർപ്ലസ് എപ്പോഴും ഉണ്ടല്ലോ. ഈ ഗവർണർക്ക് നേരത്തെ ഉണ്ടല്ലോ, അത് പുതിയ കാര്യമല്ല. ഇത് ഈ പട്ടികയിലാണ് അദ്ദേഹം ഇപ്പോൾ പെട്ടിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണർ എന്ന നിലയിലുള്ള ആ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ച് നേടിയിരുന്ന സുരക്ഷയിൽ നിന്ന് മാറി കേരളത്തിലെ ചില RSSകാർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിൻ്റെ ആ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് എന്താ പ്രത്യേക മേന്മ കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല. എന്താ കേരളത്തിലെ CRP നേരിട്ട് ഭരിക്കുമോ? CRPനെ കേരളം കാണാത്ത ഒരു കാര്യമാണോ? എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? CRPക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ? CRPക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ CRPക്ക് ഇറങ്ങി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമോ? അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കണം എന്നാണല്ലോ അദ്ദേഹം നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രവർത്തിക്കാൻ ഇവിടെ CRPക്ക് കഴിയുമോ? കാരണം നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയമവ്യവസ്ഥകളില്ലേ, ജനാധിപത്യ വഴക്കങ്ങളില്ലേ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിന് മാത്രമായിട്ട് പോകാൻ കഴിയുമോ? അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ നിലപാടെടുത്ത് നടപ്പാക്കാൻ കഴിയുമോ? മനസ്സിലാക്കേണ്ട കാര്യം, ഏത് അധികാരസ്ഥാനവും വലുതല്ല, അതിനു മേലെയാണ് നിയമം. ആ നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും. ആ നിയമമാണ് സുപ്രീം. അത് കാണണം, അത് മനസ്സിലാക്കാൻ സാധിക്കണം. അതില്ലാത്ത നിർഭാഗ്യകരമായ നിലപാടാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ സ്വയം വിവേകം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് നമ്മൾ എന്ന് പറഞ്ഞ് പഠിക്കുന്നതല്ല, സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല. നമ്മൾ തന്നെ സ്വയം അനുഭവത്തിലൂടെ ആർജിക്കേണ്ട കാര്യമാണ്.
അതിതേവരെ ആർജിക്കാൻ കഴിഞ്ഞില്ലാലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘമായ ജീവിത കാലയളവിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്. ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആരായാലും ജനാധിപത്യ മര്യാദ, പക്വത, വിവേകം ഇതെല്ലാം കാണിക്കണമെന്നാണ് നാം എല്ലാവരും കരുതുന്നത്. പക്ഷേ ഇതിലെല്ലാറ്റിലുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിലതിനോ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ്. ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു. അതിലെ വലിയ സംശയം ആർക്കും ഉണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് നല്ലതാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നത് ഈ ഘട്ടത്തിൽ നല്ലതാണെന്നാണ് തോന്നുന്നത്. പ്രതിഷേധക്കാർ ബാനർ കെട്ടുന്നു. ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തെരുവിലിറങ്ങി ആ ബാനർ അഴിച്ചു മാറ്റ് എന്ന് പറയലാണോ സാധാരണ? അതിന് നേതൃത്വം കൊടുക്കലാണോ സാധാരണ ചെയ്യാറുള്ളത്? എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതൊക്കെ? നമ്മുടെ കേരളം മാത്രമല്ലല്ലോ പ്രതിഷേധം നടക്കുന്ന സ്ഥലം. ഇവിടെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്, എല്ലാവരും പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഏതെങ്കിലും കാലത്ത് ഇങ്ങനെയൊരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളെ ഈ കേരളം കണ്ടിട്ടുണ്ടോ? പോട്ടെ, രാജ്യം കണ്ടിട്ടുണ്ടോ? അതല്ലേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സാങ്കേതികമായി ആദ്യത്തെ വാചകവും അവസാനത്തെ വാചകവും വായിച്ചാൽ എല്ലാം വായിച്ചു എന്നുള്ള തരത്തിൽ കണക്ക് കൂട്ടാം. പക്ഷേ എന്താണ് അദ്ദേഹം കാണിച്ചത്? ഇതൊക്കെ കേരളത്തോടുള്ള ഒരു തരം വെല്ലുവിളിയാണ്. ഇതേതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെന്റിനോടോ ഒരു മുന്നണിയോടോ ഏതെങ്കിലും ഒരു പക്ഷത്തോടോ ഉള്ള വിരോധപരമായ നിലപാടാണെന്ന് കാണേണ്ടതില്ല. കേരളത്തോടുള്ള അവഹേളനമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഭരണഘടനയെ അവഹേളിക്കുന്ന നിലപാടുമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല. 1.5 മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട്. വളരെ ബേഷ്. അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു പ്രയാസമില്ല. FIR ഇടാൻ ഒരു കുത്തിയിരിപ്പ് വേണം. സാധാരണ ഏത് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യമല്ലേ ഇത്? അതിന് റോഡിൻ്റെ സൈഡിൽ പോയി കുത്തിയിരിക്കേണ്ട കാര്യമുണ്ട്. ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം കേരളത്തിലുണ്ട് എന്നാണല്ലോ. അവർ സ്വയമേവ ചെയ്തുകൊള്ളില്ലേ അത്? അതിന് ഇദ്ദേഹം പോയി കുത്തിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാമായി എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുക്കുന്നവരെ ഇത് തുടരും. അതേ ഉള്ളൂ. ഓ സംസ്ഥാനത്തിന്റെ കാര്യത്തിലുള്ള കേന്ദ്ര ഇടപെടലായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഈ RSSന്റെ പട്ടികയിൽ പെടേണ്ട ആളാണ് ഇദ്ദേഹം എന്ന് കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ ഇദ്ദേഹത്തിന് ഇരിക്കട്ടെ എന്ന് അവർ വെച്ചിട്ടുണ്ടാവും. അതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകാതിരിക്കുകയാണ്. അതെന്റെ ചുമതലയല്ല, ഇപ്പോഴത്തെ ചുമതലയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതാണ്. ഈ കേന്ദ്രവും സംസ്ഥാനവും എല്ലാം ഒരേ കൂട്ടർ കളിക്കുന്ന കാലത്ത് കേരളത്തിന്റെ പല മേഖലയെയും നേരിടാൻ വേണ്ടി CRPFനെ ഇവിടെ ഇറക്കിയിരുന്നു. ആ കാലത്ത് നമ്മൾ മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ടൊന്നും കേരളം വല്ലാതെ തകർന്നു പോയിട്ടില്ലല്ലോ. അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതൊക്കെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമല്ലേ. അത് നമുക്ക് നോക്കാം എവിടെ എത്തുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചല്ലോ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ പറ്റി. പ്രതിപക്ഷ നേതാവും ഇദ്ദേഹവും ഗവർണറും പറഞ്ഞത് ഒരേ രീതിയിൽ തന്നെയല്ലേ. ഞങ്ങളെ വിമർശിക്കുമ്പോൾ കുറച്ചുകൂടി കടുപ്പത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ വിദ്യാർത്ഥികളെ ഇറങ്ങി പ്രക്ഷോഭം നടത്തിയ കാര്യത്തെപ്പറ്റി ഗവർണർ പറഞ്ഞതും
പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ഒരേ സ്വരാണല്ലോ, ഏകദേശം വാചകം തന്നെ ഒന്നാണല്ലോ. എങ്ങനെയാണ് അത്ര താതാത്മ്യം പ്രാപിക്കാൻ ഇവർക്ക് കഴിയുന്നത്? അതൊരു ആശ്ചര്യകരമായ കാര്യമാണ്. മനസ്സിലായില്ല. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടായോ? ഇല്ല 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 ഇല്ല, അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിടത്തോളൊന്നുമില്ല. എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവരും മനുഷ്യരല്ലേ, മനുഷ്യരുടേതായ രീതികൾ കാണൂലേ പലപ്പോഴും. അങ്ങനെയൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. അത് എല്ലാവരും മനുഷ്യരല്ലേ, മനുഷ്യരുടെ രീതികൾ എല്ലാവർക്കും കാണൂലേ. ഇത് എവിടെ എത്താൻ നോക്കാം നമുക്ക്. അല്ല, നിയമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാറ്റിനും മേലെ സുപ്രീം നിയമമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നിയമസംഹിതയോടുള്ള വിശ്വാസം നമുക്ക് ആർക്കും താർന്നിട്ടില്ലല്ലോ. അത് എപ്പോഴും നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ. ഇതുപോലുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് വല്ലാത്തൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർബന്ധമാവുകയാണ്. ഇത് ഒരു നിസ്സാര പ്രശ്നമല്ല, ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ലംഘനം ഒരു സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, കേന്ദ്രം എങ്ങനെ നിലപാടുകൾ എടുക്കണമെന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഗൗരവമായി കണ്ടു എന്നാണ് തോന്നുന്നത്. അത് നോക്കാം നമുക്ക് എവിടെയാണെന്ന്. അത് ഇതൊന്നും മനസ്സിലാകാതെ കൊടുക്കുന്നൊരു വാർത്തയല്ല, മനസ്സിലാക്കി കൊടുക്കുന്ന വാർത്തയാണ്. അതിനെ ഒന്ന് ലളിതവൽക്കരിക്കണമെന്നാണ് ആ വാർത്ത കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. ഇത് നാടിൻ്റെ ഏറ്റവും കടുത്ത ഒരു പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് നടത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് മന്ത്രിസഭയാകെയും നിയമസഭ ആകെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പ്രതിപക്ഷം സ്വാഭാവികമായും അതുമായി സഹകരിച്ചില്ല. എന്താണ് സഹകരിക്കാതിരുന്നതെന്ന് അവർ പറഞ്ഞ കാര്യമാണ്. ഞങ്ങളത് ആഗ്രഹിച്ചതാണ്. പക്ഷേ അങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ അത് രാജ്യം കാണുന്ന അപൂർവമായൊരു സമരമായിട്ടാണ് മാറുക. അതൊരു സമരമാണ്. നമുക്കറിയാലോ, ഏത് സമരത്തിനും ഉദ്ഘാടനം ഉണ്ടാവും, കാണില്ലേ നമ്മൾ. ആ സമരത്തെ ചിലർ അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾ വിളിച്ചത് ചില മുഖ്യമന്ത്രിമാരെയാണ്. അതോടൊപ്പം നേരത്തെ മുഖ്യമന്ത്രിമാരായിരുന്ന ചിലരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതെല്ലാം BJP ഇതര മുഖ്യമന്ത്രിമാരും നേതാക്കളുമാണ്. ആ കൂട്ടത്തിൽ ഞങ്ങൾ ക്ഷണിച്ച കൊടുത്ത് നിങ്ങൾ കാണേണ്ടത് കോൺഗ്രസ് നേതാവ് ഖാർഗെയുണ്ട്. ഇപ്പോൾ സ്വീകരിച്ച നിലപാട് കാരണം അദ്ദേഹത്തെ ഇനി വരില്ല. അപ്പം ഇതൊന്നും സമ്മേളനത്തിൻ്റെ ഭാഗമല്ല, അതൊക്കെ സമരത്തിൻ്റെ ഭാഗമാണെന്ന് അറിയാത്തവരല്ല ഈ വാർത്ത കൊടുത്തത്. സമരം എന്താണെന്ന് കാണാത്തവരല്ലല്ലോ അവർ. നമ്മുടെ കേരളത്തിലോ രാജ്യത്തോ എത്രയോ സമരങ്ങൾ നടക്കുന്നു, അതിനെ പലരും അഭിസംബോധന ചെയ്യാറില്ലേ. അപ്പോൾ അത് ലളിതവൽക്കരിക്കാൻ വേണ്ടി കൊടുത്ത വാർത്ത എന്ന് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഓർമ്മയില്ലേ, നമ്മുടെ ഫിഷറീസ് മന്ത്രി തന്നെ തീരദേശ മേഖലയിൽ പോയി വിവിധ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖലയിലെ വിഭാഗങ്ങളുമായി വിശദമായി ചർച്ച ചെയ്താണ്. ദിവസങ്ങളെടുത്ത് ചർച്ച ചെയ്താണ്. ഓരോ മണ്ഡലത്തിൻ്റെയും പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്തു പോയതാണ്. അതിൻ്റെ ശേഷം നമ്മുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ മറ്റ് ജനവിഭാഗങ്ങളെയാണ് നമ്മൾ എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. മന്ത്രിമാർ കൂടി ഉണ്ടാവും. മന്ത്രിസഭ ആകെയല്ല, ബന്ധപ്പെട്ട മന്ത്രിമാർ കൂടി ഉണ്ടാവും.
അല്ലാതെ വകുപ്പ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ കൂടി ഇടപെടേണ്ട പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഞാൻ കൂടി ഇടപെടും. അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് എന്തെങ്കിലും ഇടപെടൽ പ്രത്യേകമായി വേണ്ടി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നടത്തുമല്ലോ. അതിനൊരു തടസ്സം ഉണ്ടാവില്ല. കേന്ദ്ര ഏജൻസികളെ കുറിച്ചൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അതിന് വീണ്ടും ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. ശരി, ഞാൻ പറയുന്നില്ല. അതിനെപ്പറ്റി നല്ലോണം പറയേണ്ടവർ പറയും. ഞാനൊക്കെ ഒന്നും പറയാനില്ല. ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. ശരി. നവകേരള സദസ്സിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും സംബന്ധിച്ചാണ് ഔദ്യോഗികമായി വിശദീകരിക്കാൻ വേണ്ടിയാണ് വാർത്താ സമ്മേളനത്തിന് തുടക്കം ഉപയോഗിച്ചെങ്കിലും കൃത്യമായി തന്നെ ഗവർണർക്കെതിരെയുള്ള മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണറുടെ നിലപാടിനെ അത്യന്തം ബാലിശമായ നിലപാടെന്നും അദ്ദേഹം ഇനിയും സാധാരണഗതിയിലുള്ള പക്വത അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. പ്രധാനമായും ഗവർണറെ രൂക്ഷമായ വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് ഗവർണറെ അത്യാവശ്യം പരിഹാസം കൂടി കലർത്തിയുള്ള വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ഉന്നയിച്ചത്. അദ്ദേഹത്തിന് കേന്ദ്ര സുരക്ഷാ സംവിധാനം CRPFൻ്റെ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയതിനെതിരെ കേരളത്തിലെ ചില RSSൻ്റെ നേതാക്കൾക്കൊക്കെ ഇത്തരത്തിലേക്ക് കേന്ദ്ര സുരക്ഷയുണ്ട്, ആ ഗണത്തിൽപ്പെടുത്തേണ്ട ആളാണ് ഗവർണർ എന്ന് കേന്ദ്ര സർക്കാരിന് തോന്നി കാണും. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ആ തരത്തിലേക്കുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് എന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ സമരം അധികാര സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ അവർക്കെതിരെയൊക്കെ പ്രതിഷേധങ്ങൾ പലതരത്തിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഉയരുന്ന പ്രതിഷേധങ്ങൾക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കെതിരെ ഏത് വകുപ്പിട്ട് എന്നത് അറിഞ്ഞതിന് ശേഷമേ അവിടുന്ന് പോകൂ എന്നുള്ള നിലപാട് ഒരു ഭരണാധികാരിയും അധികാരത്തിലിരിക്കുന്ന ഒരാളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. അത്തരം വിചിത്രമായ നിലപാടുകളാണ് ഗവർണർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഗവർണർ ചെയ്യുന്നത് തുടങ്ങി ഗവർണറെ പരിഹാസം കൂടി കലർത്തിയുള്ള വിമർശനം മറുപടിയുമായിരുന്നു മുഖ്യമന്ത്രി നൽകിയത്. വിവേകം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് നമ്മൾ എന്ന് പറഞ്ഞ് പഠിക്കുന്നതല്ല, സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല. നമ്മൾ തന്നെ സ്വയം അനുഭവത്തിലൂടെ ആർജിക്കേണ്ട കാര്യമാണ്. അത് ഇതേവരെ ആർജിക്കാൻ കഴിഞ്ഞില്ലാലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘമായ ജീവിത കാലയളവിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്. ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആരായാലും ജനാധിപത്യ മര്യാദ, പക്വത, വിവേകം ഇതെല്ലാം കാണിക്കണമെന്നാണ് നാം എല്ലാവരും കരുതുന്നത്. പക്ഷേ ഇതിലെല്ലാറ്റിലുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിലതിനോ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ്. ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു. അതിലെ വലിയ സംശയം ആർക്കും ഉണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് നല്ലതാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നത് ഈ ഘട്ടത്തിൽ നല്ലതാണെന്നാണ് തോന്നുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സാങ്കേതികമായി ആദ്യത്തെ വാചകവും അവസാനത്തെ വാചകവും വായിച്ചാൽ എല്ലാം വായിച്ചു എന്നുള്ള തരത്തിൽ കണക്ക് കൂട്ടാം. പക്ഷേ എന്താണ് അദ്ദേഹം കാണിച്ചത്? ഇതൊക്കെ കേരളത്തോടുള്ള ഒരു തരം വെല്ലുവിളിയാണ്. ഇതേതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെന്റിനോടോ ഒരു മുന്നണിയോടോ ഏതെങ്കിലും ഒരു പക്ഷത്തോടോ ഉള്ള വിരോധപരമായ നിലപാടാണെന്ന് കാണേണ്ടതില്ല. കേരളത്തോടുള്ള അവഹേളനമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഭരണഘടനയെ അവഹേളിക്കുന്ന നിലപാടുമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല. 1.5 മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട്. വളരെ ബേഷ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി BV അരുൺ ചേരുന്നുണ്ട്.
അരുൺ, ഇത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി രൂക്ഷമായ മറുപടികൾ പറയുന്നു. ഇത് പരിഹസിച്ച് യഥാർത്ഥത്തിൽ ഒരു പരിഹാസത്തിന്റെ ചുവ കലർത്തിക്കൊണ്ട് തന്നെ ഏറെ നിസ്സാരനാക്കിക്കൊണ്ട് ഗവർണറുടെ അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങളെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ തന്നെ നിസ്സാരനാക്കി കളയുന്ന തരത്തിലുള്ള ഒരു മറുപടിയായിരുന്നു ഭൂരിഭാഗവും നൽകിയത്. അങ്ങനെയാണോ? പിന്നെ വിമർശന രൂപത്തിലുള്ള മറുപടി തന്നെയായിരുന്നു. പക്ഷേ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾക്ക് അത്രയധികം ഒരു രൂക്ഷത ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗവർണറുടെ ആരോഗ്യനില പരിശോധിക്കണമെന്ന് അദ്ദേഹം സ്വാഭാവികമായും പലതരം ആരോഗ്യനില ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും മാനസിക നില പരിശോധിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങളിലാണ് മുഖ്യമന്ത്രി പരോക്ഷമായി ആ വിമർശനം ഉന്നയിച്ചത്. ഗവർണർ മറ്റൊരു ഗവർണറും കാണിക്കാത്ത തരത്തിലുള്ള, മറ്റൊരു നേതാവും അധികാര സ്ഥാനത്തുള്ള ആളും കാണിക്കാത്ത തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമര പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഇറങ്ങി നേതൃത്വത്തിലൊക്കെ മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട്. ഏതായാലും സുപ്രീം കോടതിയിലാണ്, നിയമത്തിലാണ് ഇനി പ്രതീക്ഷ. ഗവർണർ ഈ നിലപാട് തുടരുമെന്ന് തന്നെ മുഖ്യമന്ത്രി വിലയിരുത്തുന്നു. കോടതിയിൽ നിന്ന് അനുകൂല നടപടിയാണ് പല കാര്യങ്ങളിലും സർക്കാർ പ്രതീക്ഷിക്കുന്നതെന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നത്. ഏതായാലും സർക്കാർ ഗവർണർ പോരെ, അത് ഒരു മയവുമില്ലാതെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെയും വ്യക്തമാകുന്നത്. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കാൻ കാരണവും ഗവർണറുടെ ഇന്നത്തെ നിലമേൽ സംഭവവും അതിനുശേഷം ഉണ്ടായ ഈ കേന്ദ്ര സേനയെ സുരക്ഷ ഏർപ്പാടാക്കുന്നതുമൊക്കെ തന്നെയാണ്. CRPFന്റെ കൊണ്ടുവന്നവിടെ എല്ലാം പിടിച്ചെടുക്കാമെന്നാണോ കേന്ദ്ര സർക്കാർ വിചാരിക്കുന്ന ചോദ്യവും മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും വിട്ടുവീഴ്ചയ്ക്ക് ഇത് പക്ഷവുമില്ല എന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ആവർത്തിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് BV അരുണാണ്. ഗവർണറുടെ പ്രതിഷേധത്തിനുള്ള കൃത്യമായ മറുപടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. മുഖ്യമന്ത്രി രൂക്ഷമായ മറുപടികൾ പറയുമ്പോഴും പരിഹാസത്തിൻ്റെ ചുവ കലർത്തി തന്നെയുള്ള മറുപടികളായിരുന്നു. ഗവർണർക്ക് പക്വത പോരാ എന്നതടക്കമുള്ള, അല്ലെങ്കിൽ ഗവർണർക്ക് ആരോഗ്യസ്ഥിതിയുണ്ട്, മറ്റ് ആരോഗ്യം കൂടി പരിശോധിക്കണം, മാനസികാരോഗ്യം എന്ന് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അതടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള പരിഹാസം കലർന്ന മറുപടി കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. അദ്ദേഹം തന്നെ പൊൻകതിർ പുട്ട് സോഫ്റ്റ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നാടക